പ്രോസിക്യൂഷൻ എന്നുള്ളത് കമ്പനി അഫയേഴ്സ് നിയമത്തിന്റെ അന്വേഷണത്തിൽ നിന്നുള്ള പരിരക്ഷയല്ല. അതെങ്ങനെ അങ്ങനെ നിർവചിക്കുക? ഐ ടിയുടെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഐ ടിയുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനിൽ നിന്നാണ് ഒഴിവാക്കിയിരിക്കുന്നത്. വിവാഹമോചന കേസിൽ വിവാഹമോചന കേസിൽ പറയും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കേസിൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പരസ്പരം കോടതിയിൽ കേസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് നാളെ ചെയ്യുന്ന കൊലപാതകത്തിന് കേസ് കൊടുക്കാൻ പാടില്ലെന്നല്ല. എന്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടാലിറ്റി എടുക്കുക. ഈ ടോട്ടാലിറ്റി എവിടെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു എനർജി എടുത്തത്. ഞാൻ ഇതിനകത്തൊന്നും പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചാണ് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഇനിയിപ്പോ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി എനർജി എനിക്ക് രണ്ടാമതും ഇൻകോർപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയില്ല. എന്റെ വിഷയം ഇത് ഒറ്റ വാചകല്ലേ ഉള്ളൂ. ഇതിപ്പോ ആദായ നികുതി വകുപ്പിന്റെ ആദായം വേണ്ട, എനിക്ക് കാണണമല്ലോ. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു റിപ്പോർട്ട് അടിച്ചു കയറ്റുന്നു, അല്ലെ, ഒരു അസസ്മെന്റ് അടിച്ചു കയറ്റുന്നു. അതാണല്ലോ നമ്മുടെ മൂല ആയുധം, തെളിവുകളുടെ അടിസ്ഥാനം. ഇതിനകത്ത് തന്നെ ഈ വീണ വിജയന്റെ കേസ് മാത്രമേ തുടർ പ്രക്രിയയായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും കൊടുത്ത കാശ് അവര് ഇമ്മ്യൂണിറ്റി കൊടുത്ത് ഒഴിവാക്കിയിരിക്കുന്നത്. അതിനകത്ത് പിണറായി വിജയൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. പിണറായി വിജയൻ അത് നിഷേധിച്ചിട്ടുണ്ട്. പിണറായി വിജയനെതിരെ തെളിവുണ്ടെന്ന് തപ്പ് ഉണ്ടല്ലോ. അത് തപ്പുന്നതിന് പകരം അതിനകത്ത് കേക്കരുണേ പുച്ഛിക്കാതെ കേക്ക് സ്മൃതി കാത്തുക്കാണ് ഒരു പുച്ഛം കിട്ടുമോ നോക്കിയിട്ട് ഒരു ആംബിയൻസ് ഇടാൻ വേണ്ടി. ഈ ഇടക്കിടക്ക് സൈലൻസ് വരുമ്പോൾ ഒരു ആംബിയൻസ് സ്മൃതി ഇങ്ങനെ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ പിണറായി വിജയനെ അതിനകത്ത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പിടിച്ച ഒപ്പം പിടിക്കപ്പെടുന്ന ആരാണ്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 2013 കാലഘട്ടത്തിലെ അസസ്മെന്റ് ആണ് സ്മൃതി പരുത്തിക്കാടെ. അപ്പോ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല പേരുകൾ പറയുന്നത്. അപ്പോ ആ പേരുകൾക്കിടയിൽ പിണറായി വിജയനെ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം അവരും പിടിക്കപ്പെടുമല്ലോ. കളഞ്ഞു. ബാക്കിയുള്ള 30% വരാൻ വേണ്ടി ഇതെടുത്തിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ മൂക്ക് കുടിച്ച് ഇങ്ങനെ പിടിക്കട്ടെ, അത് നടക്കട്ടെ. പക്ഷേ ഇതിനകത്ത് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. മുൻവിധിയാണ്. ഈ പിണറായി വിജയന്റെ മോള് ഏതെങ്കിലും തരത്തിൽ 1.72 ഏതെങ്കിലും ക്രമക്കേട് തുമ്മെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചങ്ങ് പോട്ടെന്ന്. കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളും കമ്മ്യൂണിസ്റ്റുകാരും ഇതേ നിലയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. തുമ്മ തെറിച്ച പോട്ട്, അങ്ങനെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അവർക്ക് ഉള്ളതെങ്കിൽ തെറിച്ചു പോട്ട്. Meet the editors.